ഘട്ടമായതുകൊണ്ട് മേയർക്ക് സുഖമില്ലാത്തതുകൊണ്ടും ഡെപ്യൂട്ടി മേയറാണ് വിവിധ പരിപാടികൾ പങ്കെടുക്കേണ്ടത്. അതിൻ്റെ ഒരു സമയക്കുറവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയറുടെ ഉദ്ഘാടന പ്രസംഗത്തിന് പരിഷ്കരിക്കുക. സ്വാഗതമൊക്കെ നമുക്ക് സാവകാശം നമ്മളെല്ലാം ഇരുന്ന് ചെയ്യാം. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയറെ പറഞ്ഞോ റോഡരിയിലാണ് കാട്ടുക. ഞാനേറ്റ പരിപാടി മേയറേറ്റ പരിപാടി ഇതിലൂടെ കൺഫ്യൂഷനാണ്. ഞാൻ നേട്ടമില്ല. കോഴിക്കോട് കോർപ്പറേഷൻ്റെ വളരെ കാലത്തൊരാഗ്രഹമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. SK സാംസ്കാരിക നിലയത്തിൽ ഇങ്ങനെ ലിഫ്റ്റ് വേണം എന്ന ഒരാശയം എല്ലാ ഒരുമിച്ച് തന്നെ ഏറെക്കാലമായി പറയുന്നു. കോവിഡ് വന്നുകൊണ്ട് നമുക്കത് വൈകിപ്പോയി. നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അതിനുവേണ്ടി കുറേ ഫണ്ട് ചെലവഴിക്കുന്നു. ഈ PME വെക്കുന്ന പൈസയുടെ കണക്കല്ല ഈ സാംസ്കാരിക കേന്ദ്രത്തിന് ചെലവഴിച്ച് പൈസയുടെ കണക്ക്. കൗൺസിൽ വരുന്നതിന് ശേഷമാണ് SK ഹോള് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. 2 കോടി രൂപയിലധികം പണം ചെലവഴിച്ചിട്ടാണ് SK ഹോള് നവീകരിച്ചത്. ധാരാളം പണം കോർപ്പറേഷൻ്റെ ധാരാളം വികസന പദ്ധതികളിൽ ഇവിടെ പണം ചെലവഴിച്ചു. വയോജന സൗഹൃദമായ നഗരമാക്കുന്നതിൽ നമ്മുടെ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ എന്ന നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ വയോജന സൗഹൃദമാക്കി വരികയാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ്. ഇതിന്റെ ഭാഗമായി SK സാംസ്കാരിക കേന്ദ്രത്തിൽ ലിഫ്റ്റ് എന്നുള്ളത് വയോജന സൗഹൃദവുമായ ഒരു ആവശ്യം കൂടിയാണെന്നുള്ളതുകൊണ്ടാണ് ആ പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ചെയർമാനും കൗൺസിലറും ഒക്കെ കോർപ്പറേഷന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലേറെ പറയും. ഏറെ സന്തോഷം കോർപ്പറേഷന്റെ ഭാഗമായി നിൽക്കുമ്പോട്ട് മുൻകാലങ്ങളിലെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പുതിയ ഒരുപാട് പദ്ധതികളിലേക്ക് പോയി സാഹിത്യ നഗര പദവി കൂടി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നഗരത്തിൽ വലിയ മാറ്റം വരികയാണ്. 2 ഓഡിറ്റോറിയങ്ങൾ കൃഷ്ണപിള്ളയുടെ സ്മാരകമായി കോവൂരിലും മുഹമ്മദ് അത്തറിമാൻ സ്മാരകമായി ജൂബിലി ഹാൾ 1.5 കോടി 8 കോടിയോളം ചെലവഴിച്ചിട്ടുണ്ട്. 3 ഓഡിറ്റോറിയങ്ങൾ സാഹിത്യ നഗരത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് തുറന്നു കൊടുത്തു. ടാഗോർ സെന്ററി ഹാള് 65 കോടി രൂപയുടെ 2000ഓളം ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഇന്റർനാഷണൽ കൾച്ചർ ലിമിറ്റ് നടത്താൻ പറ്റുന്ന രൂപത്തിൽ രൂപകൽപ്പന ചെയ്തു. അതിന് ഭരണാനുമതി ലഭ്യമാക്കി, സാങ്കേതിക അനുമതി കിട്ടി. അതിൻ്റെ ഔപചാരികമായ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഭരണസഭയുടെ കാലത്ത് തന്നെ ചിലപ്പോൾ ബാക്കി വന്നിട്ട് നടക്കും. വലിയ മാറ്റം സാംസ്കാരിക വേദികൾ ഒരുക്കുന്നതിൽ ഈ നഗരത്തിലുണ്ടായിട്ടുണ്ട്. SK കേന്ദ്രവും മാറിയിട്ടുണ്ട്. SK ഹോളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ 5 വർഷക്കാലത്തെ ഭരണസമിതി നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതും വെളിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചതും മാലിന്യ സംസ്കരണത്തിൽ മുന്നോട്ട് പോയതാണ്. വലിയ മാറ്റങ്ങൾ ഈ നഗരത്തിലുണ്ടായി. പുതിയ പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. കല്ലുത്താങ്കടയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പുതിയ സെൻട്രൽ മാർക്കറ്റിൽ 55 കോടി രൂപയുടെ പണം ചെലവഴിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തറക്കല്ലിടാനുമാണ്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് 4-ാം തീയതി നടക്കാൻ പോവാണ്. ഒരുപാട് നേട്ടങ്ങളുടെ ഒരു ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് SKയിൽ ലിഫ്റ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഞാൻ